ഞാൻ ഷോർട്ടിലെ ഇത് ഞാൻ ചെയ്യുന്നതാണ് പറഞ്ഞിരുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ വീഡിയോക്ക്. ഒരു ഫുഡ് കഴിക്കാൻ ഒരു സ്റ്റോളിലേക്ക് പോവുകയാണ് നമ്മുടെ വൺ പറഞ്ഞ് നമ്മളുടെ ഹീറോ. അപ്പോൾ പെട്ടെന്ന് ആ സ്റ്റോപ്പിൽ നിന്ന് നിറയെ ആളുകൾ ഓടി വരികയാണ്. ഓടി വന്ന് നമ്മുടെ നാഗൻ്റെ മേതയിടിക്കുമ്പോൾ അവൻ്റെ ഫോൺ പറന്നു പോവുകയാണ്. അപ്പോൾ അവിടെ വീണ്. അപ്പോൾ അവിടെ നിന്നൊരു ആൾ വന്നപ്പോൾ വീശിയപ്പോൾ അവരങ്ങനെ ഇരിക്കുകയാണ് അവിടെ തന്നെ. അത് കണ്ട നായകൻ ഓടിക്കോ ഓടിക്കോ. അവിടെ നിൽക്കുന്ന കുട്ടികൾ അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ നായകൻ അവരെ നോക്കുകയാണ്. അപ്പോൾ മറ്റവൻ നിങ്ങളെ ഞാൻ കുത്തിക്കൊല്ലടാ പറഞ്ഞു വരുമ്പോഴാണ് കുട്ടികളെ കുത്തിക്കൊല്ലാൻ വരുന്നോ ഈ പറഞ്ഞ് നമ്മളുടെ നായകൻ അവൻ്റെ മണ്ടയ്ക്ക് ചാടി കയറി നിൽക്കുകയാണ്, ചാടുകയാണ്. നിങ്ങൾ ഓടിക്കോ 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 എന്ന് പറയാണ് നമ്മളെ ഹീറോ. അപ്പോൾ അവരൊന്നും പോകുന്നില്ല. അപ്പോൾ അവനെ കുത്തുകയാണ്. അയ്യോ, രക്ഷപ്പെട്ട് ആ കുത്തിയ ആൾ ഓടുകയാണ്. അങ്ങനെ അവൻ അവിടെ കിടക്കുകയാണ്. അവനെ കുത്തേറ്റ് നല്ല ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അവനെ അവിടേക്ക് ആരും രക്ഷിക്കുന്നില്ല. പെൺകുട്ടികൾ അവൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. അപ്പോൾ അവന് നല്ല ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് പറഞ്ഞ് ആ കുട്ടികൾ അവിടെ കിടന്ന് കരയുകയാണ്. ഇവരിപ്പോൾ സേഫായി. ഞാനിപ്പോൾ ഇനി മരിക്കാനാണ് പോകുന്നത് എന്ന് ഞാനിവിടെ മരിച്ചു പോകുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹീറോ ഇങ്ങനെ പറഞ്ഞ സീനില്ലേ ബ്ലാക്ക് ഔട്ടായി വരുമ്പോൾ ഒരു കുട്ടി കണ്ണു തുറക്കണം. ഞാനിത് കണ്ടിട്ടില്ലല്ലോ, നല്ല ചുമരി ഇവിടെ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടി നോക്കുകയാണ്. ഇത് ഹോസ്പിറ്റലാണോ? ഇത് പ്രൈവറ്റ് റൂമായ ഹോസ്പിറ്റലായിരിക്കും. ഇതാരാ എന്ന് പറയുന്നുണ്ട്. അവിടെ നോക്കുമ്പോൾ അവിടെ ഒരു മെയ്ഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ മെയ്ഡ് ഇവിടെ നിന്ന് നോക്കുന്നുണ്ട്, അവനെ നോക്കിയുണ്ട്. മിസ്റ്റർ കൈൻ കൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ മെയ്ഡും ആയിൻ്റെ അതാരാന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഹീറോ കറങ്ങുകയാണ്. അതാരാ അതാരാ ആരാ അതാരാ അതാരാ പറ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നായകൻ ആ മിററിൽ കാണുന്ന അവനെ തന്നെ അതാരാണ് അതാരാ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ സീസൺ തുറക്കുന്നു പൂട്ടുന്നു തുറക്കുന്നു. കുഴപ്പമില്ലല്ലോ കൈൻ. അത് കുഴപ്പമില്ലാത്ത ഐഡിയ ആണ്. ഇവനക്ക് പനി കാരണം എന്തെങ്കിലും ആയിരിക്കും. പനി മാറിയോ എന്ന് ചെറുതായിട്ട് കുറയുന്നുണ്ട്. കുറഞ്ഞിട്ടുണ്ട് കുറച്ച് എന്ന് പറഞ്ഞ് അവൻ്റെ മദർ അങ്ങനെ പറയുകയാണ്. ഇത് പനിയിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട് സോഫിയ. ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പോവുകയാണ്. ഇജ്ജ് റെസ്റ്റ് ചെയ്യട്ടോ. ഓക്കെ എക്സ്ക്യൂസ് മീ പറഞ്ഞാണ് പോയി. ഇവർ രണ്ടാളും സോഫിയ മൈ മദർ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ഹീറോ. ഞാനത് ഇതിൽ നോക്കുമ്പോൾ എന്നെ പോലെ തോന്നുന്നത് ഇത് ഞാൻ തന്നെയാണോ? ഇനി ഫൗണ്ടേഷൻ ഇട്ടിട്ട് മാറിയതാണോ? ഞാൻ മരിച്ചപ്പോൾ ഇങ്ങനെ മരിച്ചു ക്ലാസ് ഇവരെ കണ്ടു. ഞാൻ സ്വർഗത്തിലെത്തിയോ? ഞാൻ ഇവിടൊക്കെ തോന്നുന്നു ഞാൻ ജീവനുള്ള പോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ നായകന്. മാസ്റ്റർ അപ്പോൾ സൂപ്പ് കൊടുക്കാൻ സോഫിയ പറഞ്ഞ് മേട് വരികയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ടേസ്റ്റ് ബാക്കിൽ നിന്ന് വരുന്നുണ്ട് പറയുമ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ഇതിൽ വെജിറ്റബിളൊക്കെ ഉണ്ട്. നല്ല നല്ല രസമുണ്ട്. യങ് മാസ്റ്റർ എന്നാണ് മേഡ് വിളിക്കുന്നത്. ഉറങ്ങിക്കോ അവേ പറഞ്ഞിട്ടുണ്ട് മേഡ്. എന്നത്തായി തറക്കടാ എന്ന് പറയണേ. ആയിക്കറിയാ കുട്ടികൾക്ക് അങ്ങനെ ഉള്ളതിനാണ്. എന്ന് നമ്മുടെ നായകൻ പറയണേ. അവള് വെച്ചപ്പോ ഞാൻ ഫ്രീ ആയ പോലെ തോന്നുന്നു. പക്ഷെ ഇത് ഗെയിമിന്റെ കളിക്കുന്ന പോലെ ഉണ്ടല്ലോ. ഞാൻ ആദ്യത്തിന് പരിചയപ്പെടുത്തുന്നത് എന്നെ തന്നെയാണ്. എന്റെ പേര് കൈൻ വോൺസു. എനിക്ക് 3 വയസ്സുണ്ട്. എന്റെ ഫാമിലിയിലെ ബാക്കിയുള്ളവരെയും കാണിച്ചു തരാം. ഇത് എന്റെ ഫാദർ ഖാൻ എന്നാണ് എന്റെ ഫാദറിന്റെ പേര്. എന്റെ മദർ എന്റെ പേര് പറയണെങ്കിൽ സ്റ്റെല്ല. എനിക്കൊരു സിസ്റ്ററും കൂടി ഉണ്ട്. സിസ്റ്ററിന്റെ പേരാണെങ്കിൽ വീണ എന്നാണ് എന്റെ പേര്. എന്നെക്കാട്ടിയും 3 ഇരട്ടി വയസ്സുണ്ട്. അപ്പോൾ പറയുകയാണെങ്കിൽ 6 വയസ്സ് കാണും. പിന്നെ എന്റെ അച്ഛന് സെക്കൻഡ് വൈഫ് ഉണ്ട്.
ഫസ്റ്റ് വൈഫ് വിയ. അവർക്ക് 2 കുട്ടികളുണ്ട്, അലനും ടിയനും. അവർ രണ്ടുപേരും എന്റെ അനിയനും ബ്രദറും വരും, മദറും വരും കേട്ടോ. പിന്നെ എന്റെ ഫ്രണ്ട് എന്റെ ഒരു വലിയ കുടുംബം നല്ല ചെറുതനാണ്. നിന്റെ അച്ഛനൊരു നോബിൾ മാൻ ആയിരുന്നു, അതുകൊണ്ട് തന്നെ അയാൾ നിറയെ ആർമികളെ നയിക്കണമായിരുന്നു. അവരെ എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്ത് നല്ല വലിയ ആർമിയാണ്. അതെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാനും ഓർഡറൊക്കെ കേട്ട് നിൽക്കേണ്ടതാണ്. നിന്റെ അച്ഛനായിരുന്നു ഇതിൽ എല്ലാം ഉണ്ടായിരുന്നത്. സൗത്ത് ഓഫ് ഗ്രാസിയ പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു വലിയ മോൺസ്റ്ററിനെ കൊല്ലാൻ വേണ്ടി അവിടെ പറഞ്ഞയച്ചിരുന്നു. പക്ഷേ മടങ്ങേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളുടെ വോണിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെ നിറയെ വലിയ മോൺസ്റ്ററുണ്ടോ? അതെവിടെയുണ്ട്? നിന്റെ അച്ഛൻ അതിനെല്ലാം കൊല്ലാൻ വേണ്ടി പോയിട്ടുണ്ട്. പക്ഷേ വെറും കയ്യിലൂടെയല്ല, അതിൻ്റെ തല മുറിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് പേടിക്കണ്ട, അവിടെ അധികം മോൺസ്റ്റേഴ്സ് ഒന്നുമില്ല. ചെറുപ്പകാലത്ത് തന്നെ പോയിരുന്നു, അതുകൊണ്ട് പേടിക്കാനില്ല. അഡ്വഞ്ചറസ് അടിപൊളി തന്നെ ആയിരിക്കും അവിടെ അഡ്വഞ്ചർ. അതെ, അഡ്വഞ്ചർ ഉണ്ടായിരുന്നു. മോൺസ്റ്റേഴ്സിനെയൊക്കെ കൊന്നു. അവരുടെ അടുത്ത് സോൺസിൽ മാജിക് വെച്ചാണ് ഉപയോഗിച്ചാണ് കൊന്ന്. അത് പവറായിരിക്കും. എനിക്കും വേണം അതുപോലെ മാജിക് ടു എന്നൊക്കെ പറയാണ്ട്. നീ ഇപ്പോഴും ചെറുപ്പമാണ്, അതുകൊണ്ട് പറ്റില്ല പെട്ടെന്ന്. എന്ത്? ഇതാണ് കഥ. ഇതിൽ മാജിക് ഉണ്ട്. ഇത് മാജിക് ഉണ്ടോ? ഓ, ഞാൻ കണ്ട പോലെ അല്ലല്ലോ ഈ വേൾഡിലെ. ഇവിടെയൊക്കെ എന്തൊക്കെ ഉണ്ട് എന്ന് ഇപ്പോഴേ ഞാൻ മനസ്സിലാവുന്നു. ഞാൻ ഇപ്പോൾ മരിച്ചപ്പോൾ ഇങ്ങനെ വന്നപ്പോഴല്ലേ മരിച്ചത്. ഇത് എന്നെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ മരിച്ചതല്ലേ? എന്ത് കൈന് എഴുതിയോ? ഇവൻ എൻ്റെ ചക്കര അനിയനല്ലേ, ഇവനെ എഴുതിയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ഇത് അടിപൊളി ആയിരിക്കുന്നു. വാവ്, ഇത് മാജിക് ബുക്കോ? ഇത് നല്ല അടിപൊളിയായിരിക്കുമല്ലോ. എനിക്കിഷ്ടപ്പെട്ടു. അപ്പം ഞാനൊരു സൂപ്പർ ഹീറോ ആകാൻ പോകും. ഇത് ഞാൻ കണ്ടുപിടിച്ചത്. ഞാൻ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ പോയി നോക്കാം. മാജിക് വന്നേ, സമണ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വോൺ നോക്കുമ്പോൾ ഒരു വലിയ പോത്തിനും പോലുള്ള മോൺസ്റ്റർ വരികയാണ്. കൊമ്പൊക്കെ ഉണ്ട് കേട്ടോ. അയ്യോ മോൺസ്റ്റർ, അയ്യോ നീ എന്താ ഇവിടെ ചെയ്യുന്നേ? അയ്യോ ഇനി എന്ത് ചെയ്യും? ഇത് കുറച്ച് വലുതായി പോയല്ലോ. പറയണ്ടേ നിൽക്കുമ്പോൾ ഒരു കുത്താമെന്ന് മറ്റേ അയാളെ പോലെ തോന്നി. പോയി ഒറ്റ ഇടി കൊടുക്കുകയാണ്. കയ്യിൽ തീപ്പൊരിയും പിടിച്ച് ഒരടി കൊടുത്തു. പക്ഷെ അവനിട്ട് അടി കിട്ടി. അലക്കുകയാണ് ആ മോൺസ്റ്റർ. അവന് മുമ്പ് കൊല്ലാൻ നോക്കിയപ്പോൾ മറ്റേ ചങ്ങായിനെ പിടിച്ച് തടഞ്ഞ പോലെയാണ് തോന്നിയത്. അപ്പോൾ സമനിങ് മാജിക് ചെയ്ത് ആ മോൺസ്റ്ററിനെ ഇല്ലാതെയാക്കുകയാണ്. കൈൻ പറഞ്ഞുകൊണ്ട് ആ 2 കുട്ടികളും ഓടി വരികയാണ്. കാറ്റ് ഗേളോ അറിയണ്ടേ, നമ്മളെ വോൺ നോക്കുകയാണ്. എനിക്ക് പിന്നെയും തോന്നുന്നു മറ്റേതുപോലെ എന്തോ പോലെത്. സോറി, എപ്പോഴും ഞാൻ എല്ലാവരെയും കൊണ്ട് കരയിപ്പിക്കണമല്ലോ. എന്തത്? ഞാൻ പിന്നെയും മരിക്കുകയാണോ? തുറക്കുന്നു നടക്കുന്നു. ഞാൻ ഇപ്പോഴും ജീവിക്കുന്നുണ്ടോ? ജീവിച്ചു, കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. പോകല്ലേ, ഞാൻ കുഴപ്പമില്ല. പ്രോമിസാണോ? ഞാൻ കുഴപ്പമില്ല. ഞാൻ പേടിച്ചു. ഞാൻ നിന്നെ വിട്ടു പോകുമെന്ന് ഞാൻ പേടിച്ചു പോയി. ആ പെൺകുട്ടികളും കരഞ്ഞിരുന്നു എന്നു വേണ്ടി. പക്ഷെ ഇപ്പോൾ ഇവര് സ്മൈലിങ്. താങ്ക് യു വീന. ഓ മിസ്റ്റർ കൈൻ. ചിലപ്പോൾ എനിക്ക് വേണ്ടിയാണോ ഈ വേൾഡ്? അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ എല്ലാവരെയും ഞാൻ സന്തോഷപ്പെടുത്തും. നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിച്ചിരിക്കുന്നത് എൻ്റെ 5ാമത്തെ ബർത്ത്ഡേക്കാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും യങ്ങാണ്. അപ്പോൾ ഞാൻ കുറച്ച് നല്ല കുട്ടിയായിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് ക്ഷണിക്കുന്നു. വോൺ എൻ്റെ 3ാമത്തെ മകനാണ്. അവൻക്ക് ഇനി അവൻ്റെ ഫ്യൂച്ചറെല്ലാം അവൻക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാം. ഇനി ഞാൻ നോക്കില്ല അവൻ്റെ കാര്യം എന്ന് അവൻ്റെ അച്ഛൻ പറയുകയാണ്. നിന്റെ കയ്യിലാണ് ഇപ്പോൾ എല്ലാം. ഓക്കെ, ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഇതെല്ലാം അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയ കാര്യങ്ങളും പുതിയ ആളുകളെയും ഞാൻ കണ്ടുമുട്ടും. അതിലൂടെ എനിക്ക് സന്തോഷവും തോന്നുന്നു. പക്ഷേ നിങ്ങളെല്ലാവരും ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യും. എനിക്കതെല്ലാം അഡ്വഞ്ചറാണ് എന്ന് പറയാണ് നമ്മുടെ വോൺ.
നമ്മളുടെ 7 ഗോഡുകളാണ്. നിങ്ങളാരെങ്കിലും ഒരു അമ്പിളിമാമനെ കണ്ടോ? ഞാനൊന്നും കണ്ടില്ല. സബ്സ്ക്രൈബേഴ്സിനോട് ചോദിക്കേ. സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് അമ്പിളിമാമനെയും ലൈക്കും ചെയ്താൽ പിന്നെ സൂര്യനെയും കാണാം. നിങ്ങൾ ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. മതിയായിരിക്കും ചെയ്തോ. ഇവനക്ക് 15-ാം വയസ്സിൽ പിന്നെ ആർക്കും തകർക്കാൻ കഴിയില്ല ഇവനെ. അപ്പോൾ ഗൈസ് നിങ്ങൾ അടുത്ത എപ്പിസോഡിൽ കാണാം ഗൈസ്. അപ്പോൾ